ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പൈശാചികമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇറാൻ്റെ പരമോന്നത നേതാവും അദ്ദേഹത്തിൻ്റെ സൈനിക ഉപദേഷ്ടാക്കളും സൈനിക മേധാവികളും മുൻ പ്രസിഡൻറ്റും പരമോന്നത നേതാവിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും ഒറ്റയടിക്ക് പരലോകപ്രാപ്തരായി. യുദ്ധം അങ്ങനെ തുടരുകയാണ്. ഇറാൻ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ആളുകൾ വലിയ ആവേശത്തിലാണ്. ഇതിൻ്റെ ആവേശം പലതരത്തിലും പല തലത്തിലുമാണ്. ടെലിവിഷൻ ചാനലുകാരാണെങ്കിൽ പരമാവധി കേരളത്തിലെ ആളുകളെ പേടിപ്പിക്കുന്ന രീതിയിൽ, ഭയചകിതരാക്കുന്ന രീതിയിൽ, ഈ വിദേശത്ത് ബന്ധുക്കളുള്ള ആളുകൾക്ക് നാട്ടിൽ ഉറക്കമില്ലാതാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊണ്ട് പൊലിപ്പിക്കുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവർക്ക് ആർക്കും യാതൊരു ധാരണയില്ല. ഓരോരുത്തരും അവരവൻ്റെ ഊഹത്തിനനുസരിച്ച്, ഭാവനയ്ക്കനുസരിച്ച്, മനോധർമ്മത്തിനനുസരിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ അടിച്ചു വിടുകയാണ്. ഇറാൻ്റെ അതിഗംഭീരമായ മിസൈൽ ആക്രമണം, ബഹ്റൈനിൽ ജനവാസ കേന്ദ്രത്തിൽ ബോംബേർ, അബുദാബിയിലും ദുബായിലും ബോംബ് വർഷം, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു, പരിക്കേറ്റവരിൽ മലയാളികളുമുണ്ട്. ഇതാണ് ഇവരുടെ ഈ വാർത്താ അവതരണത്തിൻ്റെ ഒരു സാധാരണ രീതി. അതുകൊണ്ട് ഗൾഫിലുള്ള പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞു, ഗൾഫിലെ യുദ്ധം നടക്കുന്നുണ്ടെന്നത് സത്യമാണ്, ചെറിയ ജീവഭയമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ മാധ്യമങ്ങളിൽ വരുന്ന പോലെ, പ്രത്യേകിച്ച് നമ്മുടെ ട്രീക്കട്ടർ ചാനലിലും ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസിലും വരുന്ന പോലുള്ള സംഭവങ്ങളൊന്നും അവിടെ ഒരു സ്ഥലത്തും ഇല്ല. അവിടെ ഇറാൻകാർക്ക് പോലും അല്ലെങ്കിൽ അറബികൾക്ക് പോലും വലിയ ജീവൻ്റെ ഭീഷണിയൊന്നുമില്ല. പക്ഷേ ട്രീക്കട്ടർ ചാനലിനും 24 ന്യൂസിനും ഇത് മനസ്സിലായിട്ടില്ല. അതുപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ഇവിടെയുള്ള പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വേണ്ടി സ്തോഭജനകമായ വാർത്തകൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ പറയാൻ വന്ന വേറൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ആവേശത്തിലാണ്. CPMകാർ ഇറാനെ രക്ഷിച്ചേ തീരൂ എന്ന വാശിയിലാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സ്ഥിതി അത് തന്നെയാണ്. പക്ഷേ മുസ്ലിം മത സംഘടനകൾ, പ്രത്യേകിച്ച് സുന്നി സംഘടനകൾ വളരെ പ്രതിരോധത്തിലാണ്. അവർക്ക് പ്രതിഷേധവും രോഷമൊക്കെ ഉണ്ടെങ്കിലും അതങ്ങനെ തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല. കാരണം ഈ യുദ്ധം ഇസ്രായേലിനെതിരായിട്ടോ അമേരിക്കക്കെതിരായിട്ടോ മാത്രമല്ല, സൗദി അറേബ്യയ്ക്കും UAEക്കും ഖത്തറിനും അതുപോലെ തന്നെ ബഹ്റൈനും കൂടി എതിരായിട്ടാണ്. ഇവരൊക്കെ അമേരിക്കയുടെ സാറ്റലൈറ്റ് രാജ്യങ്ങളാണ്. അപ്പോൾ സൗദി അറേബ്യയെ ഇറാൻ ആക്രമിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം മത നേതാക്കന്മാർ ആരോട് നിൽക്കണം? അവർ തീർച്ചയായിട്ടും സൗദി അറേബ്യയുടെ കൂടെ നിൽക്കണം, അതുപോലെ ബഹ്റൈൻ്റെ കൂടെ നിൽക്കണം, UAEയുടെ കൂടെ നിൽക്കണം, ഖത്തറിൻ്റെ കൂടെ നിൽക്കണം. അതാണ് പ്രശ്നം. അപ്പോൾ ഷിയാക്കളുടെ രാജ്യമാണ് ഇറാൻ. മാത്രമല്ല ഇറാൻകാരും അറബികളല്ല, അവർ പേർഷ്യക്കാരാണ്. അപ്പോൾ പേർഷ്യക്കാരും അറബികളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കേരളത്തിലെ മുസ്ലിം സമുദായ നേതാക്കന്മാർ, ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ആളുകളും അവർ ഇറാൻ്റെ എതിർഭാഗത്ത് നിൽക്കണം. ഷിയാക്കളുടെ എതിർഭാഗത്ത് സുന്നികളുടെ കൂടെ സൗദി അറേബ്യയുടെയും ബഹ്റിൻ്റെയും അതുപോലെ ഖത്തറിൻ്റെയും UAEയുടെയും കൂടെ നിൽക്കണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് ഇവരുടെ മൗനത്തിൻ്റെ കാരണം. പിന്നെ ഈ ഇറാന് കലവറയില്ലാതെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കൂട്ടരുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരാണ്. ഞാനിവിടെ പറയാൻ വന്നത് കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ്, റീജൻറ്റ് മഹാറാണിയായിരിക്കുന്ന സോണിയാഗാന്ധിയുടെ ഒരു അഭിപ്രായം ഇന്നത്തെ ദിവസം ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. സോണിയാജി പറയുന്നത് എന്തെന്നാൽ, ഇന്ത്യ ഗവൺമെൻറ് ഈ ആയത്തുള്ള അലി ഖമൈനിയുടെ കൊലപാതകത്തെ അപലപിച്ച് ഇതുവരെ പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചില്ല. ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് ഇറാൻ, അത് ശരിയാണ്. ഇറാനിൽ ഷായുടെ ഭരണമുള്ള കാലത്തും നമ്മളും അവരും തമ്മിൽ സൗഹൃദത്തിലാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, റേസ ഷാ പഹ്ലവി ഇറാൻ്റെ രാജാവുമായിരുന്ന കാലത്തും ഇന്ത്യയും ഇറാനും തമ്മിൽ ഗാഢമായ ബന്ധമാണുള്ളത്. ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ പോലും നിഷ്പക്ഷത പ്രകടിപ്പിച്ച രാജ്യമാണ് ഇറാൻ. എന്തിന് ഇസ്രായേലിനെ തന്നെ ആദ്യം അംഗീകരിച്ച മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഏറ്റവും ആദ്യം തുർക്കിയാണ്, അത് കഴിഞ്ഞാൽ ഇറാനാണ്. അറബ് രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തപ്പോഴും ഇസ്രായേലിനോട് നയതന്ത്ര ബന്ധം പുലർത്തിയ രാജ്യമാണ് ഇറാൻ. പക്ഷേ കാലം മാറി. ഷായെ അട്ടിമറിച്ചു, അവിടെ ആയത്തുള്ള ഖൊമേനി വന്നു. പിന്നെ ഖൊമേനിയുടെ കാലശേഷം ഇപ്പോഴത്തെ നേതാക്കന്മാർ വന്നു. ഇപ്പോൾ ഇറാൻ മാത്രമല്ല, ഇസ്രായേലും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ്. നമുക്ക് ഇസ്രായേലിനെയോ അമേരിക്കയോ വെറുപ്പിച്ചുകൊണ്ട് ഇറാനെ പിന്തുണയ്ക്കാൻ പറ്റുകയില്ല. രണ്ട് സുഹൃത്ത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് നിഷ്പക്ഷത പാലിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാനും യുദ്ധം വേഗം തീരാൻ വേണ്ടി കർത്താവ് ഈശോ മിശിഹായോട് പ്രാർത്ഥിക്കാനും മാത്രമേ പറ്റുള്ളൂ. ഇത് സോണിയാഗാന്ധിക്ക് അറിയാൻ പാടില്ലാത്തൊന്നുമല്ല. സോണിയാഗാന്ധി ഇതിൻ്റെ അപ്പുറം അറിയുന്ന ആളാണ്. പക്ഷേ ഈ രാജ്യത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കണം. ഇറാൻ്റെ പേരിൽ ഇന്ത്യ രാജ്യത്ത് വലിയ ഭിന്നത ഉണ്ടാക്കണം. അതിൽ നിന്ന് വല്ല 10 വോട്ട് കിട്ടുമോ എന്നറിയണം. ഇത്രേ ഉള്ളൂ.
സോണിയാജിയുടെ ഉദ്ദേശം. ഇത് തന്നെയാണ് സോണിയാജിയുടെ മകൾ പ്രിയങ്കാജി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സന്ദർശിച്ചു. അദ്ദേഹം ഇസ്രായേൽ പാർലമെൻറ്റ് ആയ നെസറ്റിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് പ്രിയങ്കാജി യാതൊരു ഛേദവുമില്ലാത്തൊരു ഉപകാരം ചെയ്തു. അതെന്താ വെച്ചാൽ ഒരു ഉപദേശം ഫ്രീ ആയിട്ട് കൊടുത്തു. മോഡിജി ഏതായാലും ഇസ്രായേലിൽ വരെ പോകാനുള്ളൂ, ടെല്ലവീവിലും ജെറുസലേമിലൊക്കെ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അതെന്താ വെച്ചാൽ ഈ ഇസ്രായേലിൻ്റെ ഗുണ്ടായുസത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആളുകൾ, പിഞ്ചു കുട്ടികളും സ്ത്രീകളും വയോവൃദ്ധന്മാരും അടക്കം വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഗസയിൽ. അവരുടെ കഷ്ടപ്പാടിൻ്റെ, കണ്ണീരിൻ്റെ, വേദനയുടെ, വേവലാതിയുടെ ഒരു ചിത്രം കൂടി അവിടെ അവതരിപ്പിക്കണം. ഇത് കേൾക്കുമ്പോൾ ജൂതന്മാർക്ക് മാനസാന്തരം ഉണ്ടാവണം. മാനസാന്തരം ഉണ്ടായ ഉടനെ തന്നെ അവർ യുദ്ധം നിർത്തണം. യുദ്ധം നിർത്തി അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം. ഇതാണ് പ്രിയങ്കാജിയുടെ വളരെ എളിയ ഒരു അഭ്യർത്ഥന. നരേന്ദ്രമോദി അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് എനിക്കറിയില്ല. മൂപ്പിലാൻ്റെ അവിടുത്തെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു, പക്ഷേ പ്രിയങ്ക പറഞ്ഞതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും പുള്ളി നടത്തിയില്ല. ഏതായാലും പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവട്ടെ, അപ്പോഴും സോണിയാഗാന്ധി രാജമാതാവായിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് അയത്തുള്ള അലി ഖമേനിയുടെ അല്ലെങ്കിൽ പിന്നീടുള്ള നേതാക്കന്മാരൊക്കെ ഭരണത്തെ അപ്പോൾ തന്നെ അപലപിക്കാം. അപ്പോൾ തന്നെ അതിനെ എതിർത്തുകൊണ്ട് പ്രസ്താവന ഇറക്കാം. പിന്നെ ഇസ്രായേലിൽ പോയിട്ടു, വാഷിങ്ടണിൽ പോയിട്ടു, അല്ലെങ്കിൽ ബ്രിട്ടനിൽ പോയിട്ടു ഒക്കെ ഇസ്രായേലിനെ അപലപിക്കാം. ഇസ്രായേലിൻ്റെ ഗുണ്ടായുസത്തെയും അവർ ടെഹ്റാനിൽ നടത്തിയ ബോംബാക്രമണത്തെയും അപലപിക്കാം. അങ്ങനെ അപലപിച്ച് നമ്മുടെ ചേരിചേരാ നയം ശക്തിപ്പെടുത്തും. പക്ഷെ തൽക്കാലം നിവൃത്തിയില്ല. ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, മൻമോഹൻ സിംഗ് അല്ല. ഇവിടെ വിദേശകാര്യമന്ത്രി നമ്മുടെ എസ് ജയശങ്കറാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. തൽക്കാലത്തേക്ക് നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി. രാജ്യം ഭരിക്കുന്ന ആളുകൾക്കറിയാം എവിടെ ഏത് രീതിയിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്. ഇനി കോൺഗ്രസിൻ്റെ ഭരണം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ പ്രതികരിക്കുമോ, അപലപിക്കുമോ, പ്രസ്താവന ഇറക്കുക, ടെലഗ്രാം അടിക്കുമോ, എന്ത് വേണമെങ്കിൽ ചെയ്യും. അതുവരെ തൽക്കാലം ക്ഷമിച്ചിരിക്കാൻ മാർഗമുള്ളൂ. സോണിയാജി മാഫ് കീജിയെ, പ്രിയങ്കാജി മാഫ് കീജിയെ.